ഞാൻ ഏകദേശം ഒരു 5-6 മാസമായിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുക, അതേപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ആയിരുന്നു കുറച്ച് കാലമായിട്ട് എൻ്റെ പരിപാടി. ഒട്ടുമിക്ക ആൾക്കാർ തെറ്റിദ്ധാരണയാണ് എന്ത്, ഇൻവെസ്റ്റ് ചെയ്യുന്നവരടുത്ത് കുറേ കായ് ഉണ്ടാവും, അതേപോലെ തന്നെ ഞാനൊക്കെ കുറേ പൈസക്കാരനാണ്, ഇങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ ഞാൻ സത്യം പറയാം, എൻ്റെ അടുത്ത് അത്ര പൈസ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഉള്ള പൈസ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്കിങ്ങനെ പൈസക്ക് വേണ്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും നമുക്ക് വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാലറി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എല്ലാവർക്കും ഇൻവെസ്റ്റിങ്ങും അതേപോലെ തന്നെ സേവിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ പലപ്പോഴായിട്ട് പറയും, ഇത്ര ശതമാനം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, ഇത്ര ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ശതമാനം എന്ത് ചെയ്യണം, സേവ് ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. പക്ഷെ ഇത് എത്ര ശതമാനമാണ് ഒരാൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഞാൻ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത്ര ശതമാനം പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല. പലരുടെയും പല സാഹചര്യങ്ങളും സ്പെൻഡിങ്സും എല്ലാതും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് എന്ത്, ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന സാധനം. എല്ലാവർക്കും തുടക്കത്തിൽ ആദ്യം തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനും എമൗണ്ട് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ട ഒരു സംഭവമാണിത്. അതായത് കറക്റ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്തെന്നുള്ള ഒരു ഫോർമാറ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ വെറുതെ പറയില്ല, കാരണം ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് ജനുവരി 1 മുതൽ ഞാൻ എടുത്തൊരു ഡിസിഷനാണ് എന്ത്, കറക്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ജനുവരി മുതൽ ഈ ഒരു ദിവസം വരെയും നമുക്ക് കിട്ടിയ എക്സ്പെൻസും അതേപോലെ തന്നെ നമ്മൾ ഇൻകമൊക്കെ ട്രാക്ക് ചെയ്യുക, ഇത് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയിലുള്ള ഇതൊരു ഹാബിറ്റായിട്ടേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ കുറേ പേരോട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ കുറേ പറയും, വെറുതെ വർത്താനം പറയും. അപ്പോൾ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഇല്ലായല്ല കേട്ടോ. അതായത് ഇവർക്ക് പേടിയാണ്, ഇൻവെസ്റ്റ് ചെയ്താൽ കായ് പോകുമോ എന്നുള്ളൊരു പേടി, അതൊന്ന്. പിന്നെ സേവ് ചെയ്യാനുള്ള പൈസ ഇല്ല, നമുക്ക് ഉള്ള പൈസ ഒക്കെ ചിലവായി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവിനുള്ള പൈസ ഇല്ല, സാലറി കുറവാണ്, പൈസ കിട്ടുന്നത് കുറവാണ്, വരുമാനമില്ല, ഇങ്ങനെ കുറേ പരിപാടി. പക്ഷെ വരുമാനം ഉള്ളവർക്കാണ് കേട്ടോ ഈ ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണിയില്ലാത്തവർ ആദ്യം ഒരു പണി കണ്ടുപിടിക്കുക, പണിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, എന്നിട്ടാണ് ഈ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ആരും ചാടി കയറിയിട്ട് സ്പെൻഡിങ്ങും സേവിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു നോട്ട് ബുക്ക് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നോട്ട്സിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോ ഇങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിലോ ആപ്പിലൊക്കെ ആയിട്ട് നമ്മളെ ഇൻകം അതേപോലെ തന്നെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാം. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോട്ടിൽ എഴുതി വെക്കുക, എങ്ങനെ നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്, എന്തൊക്കെ വരുമാനങ്ങളുണ്ട്, അതിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫ്രീലാൻസായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പോസ്റ്ററിന് 500 1000 അത്ര കിട്ടുന്ന ആ പൈസ ഞാൻ അപ്പോൾ എഴുതി വെക്കും, ഡേറ്റും എന്താണ് വർക്ക്, അതേപോലെ തന്നെ എത്ര രൂപ കിട്ടി, ഈ ഒരു 3 സംഭവങ്ങൾ എഴുതിയേക്കും. ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ടിന് നമുക്ക് എത്ര രൂപ കിട്ടി, അതിന് നമ്മളെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഇപ്പോൾ പെട്രോൾ അടിക്കേണ്ട പൈസ, ഫുഡിൻ്റെ പൈസ, അങ്ങനത്തെ പൈസയൊക്കെ നമ്മൾ മൈനസ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതേപോലെ തന്നെ വേറെ സെക്ഷൻ ഉണ്ടാക്കും, എന്ത്, എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട്, ഇൻകം എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ കടയിൽ പോയി മീൻ വാങ്ങുകയാണെങ്കിൽ പോലും അവിടെ ഒരു 150 രൂപ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ആപ്പ് എടുത്തിട്ട് അവിടെ നമ്മൾ ഡേറ്റും മീൻ വാങ്ങി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഐഡിയയിൽ എഴുതി വെച്ചിട്ട് ഒരു 150 രൂപ അവിടെ ഇട്ടേക്കുക, എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ എക്സ്പെൻസോ ഇൻകം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ എക്സ്പെൻസ് മാക്സിമം ചുരുക്കുക. പിശുക്കാനല്ല പറഞ്ഞത്, അതായത് ഈ ഫസ്റ്റത്തെ ഒരു 3 മാസം ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ഒരു 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇതിന് ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ആ സ്ട്രഗിൾ ചെയ്താലേ ഒരു ഇതിൽ ആയി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു 3 മാസം നമ്മൾ മാക്സിമം കറങ്ങാൻ പോക്ക്, വെറുതെ ഉള്ള ഫുഡ് അടി, ഇങ്ങനത്തെ മാക്സിമം ചിലവുകൾ, അതേപോലെ ഓരോ ഗാഡ്ജറ്റ്സ് വാങ്ങൽ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയേക്കുക. അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻകത്തിൻ്റെ കാര്യം സാലറീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, കറക്റ്റ് ഒരു മാസം എത്ര വരുമാനം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വരുമാനം എത്ര എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ കാരണം കഴിഞ്ഞ 2 മാസം സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെഡ്ഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ മാസം കുറച്ച് കുറവാണ്. അപ്പോൾ ഓരോ മന്തിലും ഡിഫറൻ്റ് ആവും എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 മാസത്തെ ഒരു ആവറേജ് കണക്കെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഡിവൈഡ് ചെയ്തൊരു ആവറേജ് സാലറി എനിക്ക് എത്ര കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ ട്രാക്ക് ചെയ്ത് 3 മാസത്തെ ഒരു കണക്കെടുക്കാൻ പറഞ്ഞത്. അതേപോലെ തന്നെ എക്സ്പെൻസും നമുക്ക് ഓരോ മന്തിലും ഡിഫറെൻ്റ് എക്സ്പെൻസ് ആവും. ഇപ്പോൾ കഴിഞ്ഞ മാസം കുറേ കല്യാണങ്ങൾ കൂടിയിട്ടുണ്ടാവും, അപ്പോൾ അതിന് എണ്ണ അടിക്കാനും അത് കല്യാണ പൈസ കൊടുക്കാനും ആയിട്ട് കുറേ പൈസ അങ്ങനെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ആവറേജ് എക്സ്പെൻസ് നമുക്ക് കിട്ടും, എത്ര സ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഇനിയാണ് നമ്മളെ മെയിൻ കളി.
ഈ ഒരു 3 മാസം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു ഹരായിട്ട് മാറും, ഇതൊരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യും, നമ്മൾ എഴുതി വെക്കും. അപ്പോൾ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് അവിടെ ബിൽഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ സാലറി ഉണ്ടല്ലോ, നമുക്കൊരു മാസം എത്ര വരുമാനം കിട്ടും, ഒരു ആവറേജ് വരുമാനം കിട്ടുന്നൊരു കണക്കുണ്ടല്ലോ, ആ കണക്കിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ആവറേജ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഒരു 10,000 20,000 രൂപ നിങ്ങൾ സാലറി എന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു 5,000 രൂപ ആവും എന്ത് സ്പെൻഡിങ്ങൾക്ക് പോവുക, അല്ലെങ്കിൽ 10,000 രൂപ സ്പെൻഡിങ്ങൾക്ക് പോവുക. 10,000 രൂപ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 50% സാലറിൻ്റെ 50% സ്പെൻഡിങ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കണക്ക് കിട്ടി. 50% നമ്മൾ സ്പെൻഡ് ചെയ്യണം, കൺഫേം ആയിട്ട് സ്പെൻഡ് ചെയ്യണം, കാരണം ഇത്രയും നമുക്ക് ചിലവുകളുണ്ട്. ഇനി നമുക്ക് അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഈ 50% അവിടെ വെച്ചിട്ട് ബാക്കി 50% ഉണ്ടല്ലോ ഇത് നമ്മൾ മാറ്റിയേക്കണം. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇത്രത്തോളം ചിലവൊന്നുമില്ല, ചിലവുണ്ട് എന്നാലും അത്യാവശ്യം ഞാൻ മാക്സിമം ചിലവ് കുറച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു സാലറിൻ്റെ ഒരു 30% 25% ഒക്കെയാണ് ഞാൻ മാറ്റി വയ്ക്കലുള്ളൂ. സാലറിയുടെ അല്ല, അതായത് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണതിൻ്റെ ഒരു 30% എന്ത് ചെയ്യുക, ഞാൻ സ്പെൻഡിങ്ങൾക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അതിൽ UPI അതേപോലെ തന്നെ ATM കാർഡ് ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതിലേക്ക് ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഓരോ വർക്കിന് പൈസ അയച്ചു തരുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റിങ്ങിന് ഒരു 2,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ആ 2,000 രൂപയിൽ ഞാൻ എൻ്റെ 30% മാറ്റി വെച്ചിട്ട് ബാക്കി എമൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു 70% ആ 70% എന്ത് ചെയ്യും, ഞാൻ ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയിടും, ആ സ്പോട്ടിൽ ഞാൻ മാറ്റിയിടും. അങ്ങനെ എൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഒരു മാനേജിങ്, ഒരു പരിപാടി അവിടെ വന്നു. മനസ്സിലായില്ല? ഇപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ നമുക്ക് എത്ര ശതമാനം നമ്മൾ സ്പെൻഡിങ് ഉണ്ട്, എത്ര ശതമാനം നമുക്ക് മാറ്റി വെക്കണം എന്നുള്ളത് മനസ്സിലായി. ഈ മാറ്റി വെച്ച എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസത്തെ മൊത്തം സ്പെൻഡിങ് ഉണ്ടല്ലോ, ഒരു 3 മാസം ഇപ്പോൾ 10,000 ആണ് നമ്മൾ ചിലവ് എന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ ഒരു 30,000, അപ്പോൾ ഒരു അറൗണ്ട് ഒരു 40,000 എങ്കിലും എന്ത് ചെയ്യണം, നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് വെക്കണം. ഇതിൽ ഇത്ര കണക്കൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാസം ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മഞ്ഞപ്പിത്തം വന്നാലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലൊക്കെ നമ്മളൊരു 3 മാസം 2 മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പണിക്ക് പോകാൻ പറ്റില്ല. ആ ടൈമിലുള്ള ചിലവുകൾ നമുക്ക് നോക്കണം. സോ എന്ത് ചെയ്യുക, ഇത്രയും പൈസ നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ എത്ര ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു എമൗണ്ട് ഉണ്ട്. അത് ഞാൻ ആര് ചോദിച്ചാലും തരില്ല, അതിനോട് ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ വേറൊരു ആവശ്യത്തിനും എടുക്കില്ല. അതൊക്കെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എൻ്റെ ചിലവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു 70% നമ്മൾ മാറ്റി വെച്ചല്ലോ, ഇതെന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ 40% ഇൻവെസ്റ്റിങ് ചെയ്യാം. ഇൻവെസ്റ്റിങ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെപ്പറ്റി കുറേ പറയാണ്ട്, അതിപ്പോൾ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യുക, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, എന്ത് ചെയ്യും, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം, ജനുവരിയിൽ തുടങ്ങിയാണ്, ഇതിപ്പോൾ ഏകദേശം ജൂണായി. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മാസം ഞാനിത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ടൈം എടുത്തു. പിന്നത്തെ ഒരു 3 മാസം 2 മാസം അത് ഞാൻ എന്ത് ചെയ്തു, ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളായിട്ട് ചെയ്തു. ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഓരോ മാസം ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താവും, ഇൻകം ജനറേറ്റ് ആവുക. അപ്പോൾ ഞാൻ ആ ഇൻകത്തിനനുസരിച്ചിട്ട് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം, അത് സ്പെൻഡിങ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു മാസമൊക്കെ ഒരു 20,000 രൂപ കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാനതിൽ നിന്ന് 30% അവിടെ വെച്ചിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്യും, ഈ അക്കൗണ്ട് കിട്ടും. ഈ ഒരു 30% മാത്രം ഞാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മാസം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അഥവാ സ്പെൻഡ് ചെയ്തില്ല, എനിക്ക് അധികം ചിലവ് വന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ എൻ്റെ അക്കൗണ്ടിലുണ്ടാവും, മെയിൻ അക്കൗണ്ടിലുണ്ടാവും. സാലറി വരുന്ന അക്കൗണ്ടിൽ, ഈ പൈസ വരുന്ന അക്കൗണ്ടിലുണ്ടാവല്ലോ, അതവിടെ ഉണ്ടാവും. അതൊക്കെ അടുത്ത മാസം വേറെ എന്തെങ്കിലും ചിലവ് വരുമ്പോൾ അതിലേക്ക് എടുക്കുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 5 മാസമായിട്ട് 6 മാസമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ EMIയും കാര്യങ്ങളൊക്കെ കടച്ചു പോകാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഒരാളോട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഒരു മാസം സ്പെൻഡിങ് ഇത്ര ശതമാനം, ഈ 30%-ൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ എമർജൻസി ഫണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വലിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ഓവർ സ്പെൻഡിങ്സ് ആക്കാൻ പാടില്ല. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ എനിക്കത് വലിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇൻവെസ്റ്റിംഗ് ആണ്. ഇൻവെസ്റ്റിംഗ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്ക് അതിന് കൂടുതൽ അറിയില്ല, എന്നാലും ഞാൻ ചെയ്യണത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് ആവറേജ് ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12% ഏകദേശം റിട്ടേൺസ് തരുന്ന ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മാസം ഒരു 10 രൂപ 10,000 രൂപ വെച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 വർഷം കഴിഞ്ഞാൽ എൻ്റെ കണക്ക് പ്രകാരം 1 കോടി ആണ് എന്നാണ് എൻ്റെ ഒരു കണക്ക്. കുറേ യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 1 കോടി നമുക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്കൊരു 10-20 വർഷം കൂടെ വിത്ഡ്രോ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റും, നമുക്ക് റിട്ടയർ ആവാൻ പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താവശ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളോട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്കവിടെ വരില്ല. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടൊക്കെ പറയാനുള്ളത് ഈ ഒരു സംഭവം ചെയ്യുക, ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ പറ്റിയിട്ട് 6 കൊല്ലം മുമ്പൊക്കെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല കായ്ക്കാരനായിട്ടുണ്ടാവും. കാരണം ഞാൻ ഏകദേശം ഒരു 6 കൊല്ലം മുമ്പാണ് ഈ ഫീൽഡിലൊക്കെ വന്നതും എന്തെങ്കിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയും കാര്യങ്ങൾ പണിക്ക് പോകാൻ തുടങ്ങിയൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ ഇന്നത്തെ EMI പോലും ഉണ്ടാവില്ല. അതൊരു കാര്യം. പിന്നെ എൻ്റെ ഫണ്ടിൽ, പോർട്ട്ഫോളിയോയിൽ കുറച്ച് ഫണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും, 6 വർഷത്തെ ഫണ്ട്. ഏകദേശം അന്നിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 1000-2000 ഒക്കെയാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഫണ്ട് കോമ്പൗണ്ടായിട്ട് കൂടി ഇന്ന് കുറച്ച് ഫണ്ട് ആയിട്ടുണ്ടാവുമായിരുന്നു. ഞാൻ ചെയ്തില്ല, എനിക്ക് അതിനെ പറ്റിയുള്ള നോളജ് ഇല്ല. നമുക്കൊന്നും ഇത് സ്കൂളിൽ നിന്ന് ആരും പഠിപ്പിച്ചു തരണമൊന്നുമില്ലല്ലോ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, ഈ സംഭവങ്ങളൊന്നും. ഇതൊക്കെ നമ്മൾ സ്വയം യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും അതേപോലെ തന്നെ റീൽസിൽ കണ്ടിട്ടും ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറ്റി കൂടുതൽ അറിയണതും ചെയ്യണതും. കുറേ പേര് എന്ത് ചെയ്യണില്ല, ഇതിപ്പോഴും ചെയ്യണില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ കൂട്ടുകാരന്മാരനെ ഇനി പേരെടുത്തിട്ട് പറയണമെന്നില്ല, കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ 2-3 കൂട്ടുകാരന്മാരോട് ഞാൻ സ്ഥിരമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോടൊക്കെ കാര്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യും, ഒന്നും പേടിക്കണ്ട, കടമൊന്നും ചോദിക്കാൻ നിൽക്കല്ലേ. ആദ്യം തന്നെ പറയാം, ഇനിയിപ്പോൾ ഇത് പറയാൻ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഫിനാൻഷ്യലായിട്ടുള്ള സഹായം അല്ലാതെ അഡ്വൈസ് ആയിട്ടുള്ള സഹായങ്ങൾ ഇഷ്ടംപോലെ കിട്ടും എൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ ഇതൊന്നും വേണ്ടാത്ത കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതാണ് പ്രത്യേകത എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.